सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम। നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം. ഇന്ന് 20-ാമത്തെ ശ്ലോകം നമുക്ക് കാണാം. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണി അഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. ഇവിടെ ഇതിൻ്റെ അർത്ഥം സഹ, ആ വ്യക്തി, കർമ്മഫല ആസംഗം, കർമ്മങ്ങളുടെ ഫലത്തിൽ ഉണ്ടാകുന്ന ആസക്തി അല്ലെങ്കിൽ ആ ഫലങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത്, ഫലങ്ങളെ ത്യജിക്കാൻ പറ്റാത്ത അവസ്ഥ. ത്യക്ത്വ, അത്തരം അവസ്ഥയെ ത്യജിച്ച്, നിത്യതൃപ്ത, നിത്യ എപ്പോഴും ശാശ്വതമായി, തൃപ്ത തൃപ്തരായിരിക്കുന്നു, നിരാശ്രയ ആശ്രയ നിരാശ്രയ, അതായത് ആ ഏതൊരു കാര്യത്തിനെയും ആശ്രയിക്കാതെ, വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ, അവനവൻ്റെ സ്വരൂപം അല്ലെങ്കിൽ ഭഗവാൻ ദൈവത്തിനെ മാത്രം ആശ്രയിച്ച് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഇരിക്കുന്ന അവസ്ഥ. നിരാശ്രയ. കർമ്മണി, കർമ്മത്തിൽ, അഭിപ്രവൃത്ത, കർമ്മത്തിൽ നിരതരായിരിക്കുന്നു, കർമ്മം ചെയ്യുന്നു, കർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പി, എങ്കിലും, കിഞ്ചിത്, ഒന്നും തന്നെ, ഏവ, തീർച്ചയായിട്ടും, ന കരോതി, ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത്, ആരാണോ കർമ്മങ്ങളിൽ വരുന്ന ആസക്തിയെ ത്യജിച്ച് ഒന്നിനെയും ആശ്രയിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, എപ്പോഴും തൃപ്തരായി സന്തുഷ്ടരായി കർമ്മം ചെയ്യുന്നു, ആ വ്യക്തി, അവരൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും ഒരിക്കലും അവർ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഈ ജ്ഞാനി എന്ന് പറയുമ്പോൾ, ഈ ജ്ഞാനി ഞാൻ കർമ്മം ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ കർമ്മഫലം അനുഭവിക്കുന്നു എന്നുള്ള ഭാവങ്ങൾ ആ ജ്ഞാനിക്കില്ല. വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. സ്വാമിജി പല പ്രാവശ്യം ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ദേഷ്യമൊന്നുമില്ല, ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ സ്വാമിജി തനിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ല എന്ന് തന്നെ പറയാം. സ്വാമിജി സ്വന്തം ആവശ്യത്തിന് വേണ്ടി ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി, തീരെ സ്വാർത്ഥത ഇല്ലാത്ത ഒരു വ്യക്തി ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതെന്തിനാണ്? അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴും ഇങ്ങനെ വായിക്കുമ്പോഴും നമ്മളും ദേഷ്യപ്പെടുമ്പോൾ, ഞാനും എൻ്റെ ആവശ്യത്തിനല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അത് തെറ്റാവും, അബദ്ധമാവും. കാരണം മറ്റ് സമയങ്ങളിൽ നാം എന്താണ് ആഗ്രഹിക്കുന്നത്? ആദ്യം ആഗ്രഹിക്കുന്നു, ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മറ്റ് സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഈ ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പൊതുവെ എല്ലാവരും ചെയ്യുന്നത്, പൊതുവെ എന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലാണ്, അല്ലെങ്കിൽ ആ കർമ്മഫലത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നിത്യതൃപ്തം എന്ന് പറഞ്ഞാൽ, നിത്യതൃപ്ത എന്ന് പറഞ്ഞാൽ കർമ്മഫലം എന്തോ ആണോ അതിനെ അതേപോലെ സ്വീകരിക്കുന്ന
അത്തരം സമീപനമുള്ള വ്യക്തി എന്നാണ് അർത്ഥം. അപ്പോ കർമ്മണി അഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. ആ വ്യക്തി കർമ്മങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നാലും യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല. സ്വാമി ഗംഭീരാനന്ദജി മഹാരാജ് രാമകൃഷ്ണ മഠം രാമകൃഷ്ണ മിഷന്റെ 11ാമത്തെ അധ്യക്ഷനായിരുന്നു. അപ്പൊ സ്വാമിജി രാവിലെ തൊട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ പ്രവർത്തിക്കുന്നത് മറ്റുള്ള ആൾക്കാർ പറയും സ്വാമിജിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മുടെ വാച്ച്, നമ്മുടെ സമയം അത് നമ്മൾ ശരിയാക്കാൻ പറ്റും. അത്രയ്ക്കും കൃത്യമായിരുന്നു അത്ര സ്വാമിജിയുടെ പ്രവർത്തനം. പക്ഷെ സ്വാമിജിക്ക് തീരെ ഏതൊരു തരത്തിലും സ്വാമിജിക്ക് ആസക്തി ഉണ്ടായിരുന്നില്ല. പ്രവർത്തനങ്ങളൊക്കെ നല്ലോണം ഭംഗിയായി ചെയ്യും, വളരെയധികം ശ്രദ്ധയോടുകൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യും. പക്ഷേ സ്വാമിജി ആസക്തനായിരുന്നില്ല, തീരെ ആസക്തി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കർമ്മഫലങ്ങളെ ഒരിക്കലും ആശ്രയിച്ചിരുന്നില്ല, കർമ്മഫലങ്ങളെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അതാണ് ഒരു ജ്ഞാനിയുടെ സ്വഭാവം. ആ ജ്ഞാനി അങ്ങനെയായിരിക്കും. അപ്പോൾ അത്തരം വ്യക്തി എത്ര തന്നെ കർമ്മം ചെയ്താലും, സദാ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും ആ വ്യക്തി യഥാർത്ഥത്തിൽ ന ഏവ കിഞ്ചിത് കരോതി, ഒന്നും കിഞ്ചിത്തേവ ന കരോതി, ഒന്നും തന്നെ തീർച്ചയായിട്ടും ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ കർമ്മം. ആ ഭാവങ്ങൾ കൊണ്ടാണ് നമുക്ക് കർമ്മഫലം ഉണ്ടാവുന്നത്. ആ ഭാവങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എത്ര കർമ്മം ചെയ്താലും കർമ്മം ചെയ്യുന്നില്ല. ഇപ്പൊ കർമ്മയോഗത്തിന്റെ ലക്ഷ്യം അതാണ്. കർമ്മയോഗത്തിന്റെ ലക്ഷ്യം നൈഷ്കർമ്മ്യമാണ്. കർമ്മം മറികടന്ന ഒരവസ്ഥ, അതാണ് കർമ്മയോഗത്തിന്റെ ലക്ഷ്യം, നൈഷ്കർമ്മ്യം. കർമ്മണി അഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും ആ വ്യക്തി യഥാർത്ഥത്തിൽ കർമ്മം ചെയ്യുന്നില്ല, തീർച്ചയായിട്ടും കർമ്മം ചെയ്തില്ല. കാരണം ആ വ്യക്തി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ആ വ്യക്തിനെ ബാധിക്കുന്നില്ല, ഒരിക്കലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കർമ്മം ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ 21ാമത്തെ ശ്ലോകം, നിരാശീഹി യതചിത്താത്മാ ത്യക്ത സർവ പരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവൻ ആപ്നോതി കിൽബിഷം, കുർവൻ ന ആപ്നോതി കിൽബിഷം. ഈ ആശയത്തിന് തന്നെ വേറൊരു രീതിയിൽ ഇവിടെ പറയുന്നു. അപ്പോ എന്താണ് ഇതിന്റെ അർത്ഥം? നിരാശീഹി, പ്രതീക്ഷയില്ലാത്ത, യതചിത്താത്മ, ആത്മ എന്ന് ഇവിടെ പറയുന്നത് മനസ്സിനെയാണ്. ആരുടെ മനസ്സാണോ യത, അതായത് നിയന്ത്രണത്തിലുള്ളത്, നിയന്ത്രിക്കപ്പെട്ട മനസ്സ്, യതചിത്താത്മ. അപ്പോ ചിത്ത എന്ന് പറയുന്നതാണ് ഇവിടെ മനസ്സ്, ആത്മ എന്ന് പറയുന്നത് ശരീരം. ആത്മ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ശരീരത്തിനും ആത്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ആത്മാ, പരമാത്മാ, ബ്രഹ്മൻ എന്ന് പറയുന്നതിനും ആത്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. പ്രാണനും മനസ്സിനും ബുദ്ധിക്കും ആനന്ദമയ കോശത്തിനും എല്ലാറ്റിനും ആത്മ എന്നുള്ള വാക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോ യതചിത് ആത്മ എന്ന് വെച്ചാൽ ആരുടെ മനസ്സും ശരീരവും നിയന്ത്രണത്തിലാണോ, നിയന്ത്രിക്കപ്പെട്ട മനസ്സും ശരീരവും ഉള്ള വ്യക്തി. ത്യക്ത സർവ പരിഗ്രഹ, ആരാണോ എല്ലാ പരിഗ്രഹ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സ്വത്ത്, അല്ലെങ്കിൽ ആ വ്യക്തി
അനുഭവിക്കുന്ന വിഷയങ്ങൾ ആ വ്യക്തിയുടെ സ്വന്തമായ വിഷയങ്ങൾ, അതാണ് പരിഗ്രഹ. ത്യക്ത സർവ പരിഗ്രഹ, എല്ലാ സ്വത്തുക്കളെയും ആ വ്യക്തി ഉപേക്ഷിക്കുന്നു, ത്യജിക്കുന്നു. കേവലം ശാരീരം കർമ്മ കുർവൻ, ആ വ്യക്തി ശരീരത്തിലൂടെ മാത്രം കർമ്മം ചെയ്യുന്നു. എന്ന് വെച്ചാൽ ആ വ്യക്തി ആ കർമ്മഫലം പ്രതീക്ഷിക്കുന്നില്ല, കർമ്മഫലത്തിൽ ആസക്തരാകുന്നില്ല, കർമ്മത്തിലും ഒരു പ്രത്യേക കർമ്മത്തിലും ആസക്തരാകുന്നില്ല. ശരീരം കർമ്മം ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തി ഉണ്ട്. ശാരീരം കർമ്മ കുർവൻ കിൽബിഷം ന ആപ്നോതി, ആ വ്യക്തി ഒരിക്കലും തിന്മ, കിൽബിഷം എന്ന് വെച്ചാൽ തിന്മ, തെറ്റ്, പാപം, അത് പ്രാപിക്കുന്നില്ല. ആ വ്യക്തിക്ക് അത് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? ഈ കിൽബിഷം ഉണ്ടാകണമെങ്കിൽ, പാപം ഉണ്ടാകണമെങ്കിൽ, തിന്മയുടെ സ്വാധീനം ഉണ്ടാകണമെങ്കിൽ ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ള ഭാവങ്ങൾ ഉണ്ടാവണം. ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ള ഭാവങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഒരു വ്യക്തിക്ക് ആ ഭാവങ്ങൾ തീരെ ഇല്ലെങ്കിൽ ഒരിക്കലും തിന്മ ആ വ്യക്തി അനുഭവിക്കില്ല. ഇവിടെ തിന്മ എന്ന് വെച്ചാൽ എന്താണ്? ബന്ധനമാണ് തിന്മ. ബന്ധനത്തിൽ കുടുങ്ങുന്നതാണ് തിന്മ. അപ്പൊ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും നമ്മൾ ബന്ധനത്തിൽ തന്നെയാണ് കുടുങ്ങുന്നത്. ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ വിദ്യാലയങ്ങൾ പണിയുന്നു. അപ്പൊ ഈ വിദ്യാലയങ്ങൾ പണിയുന്നു, പിന്നെ അതുപോലെ തന്നെ ആശുപത്രികൾ കുറെ പണിയുന്നു എന്നൊക്കെ പണിയുന്ന വ്യക്തി മറ്റുള്ള വ്യക്തികൾക്ക്, മറ്റുള്ള ആൾക്കാർക്ക്, പൊതുജനങ്ങൾക്ക് പ്രയോജനമായിരിക്കട്ടെ, സേവനമായിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ നല്ല കർമ്മം ചെയ്താലും അതിന് നല്ല ഫലം ഉണ്ടാകും. ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത ഫലം ഉണ്ടാകും. നല്ല കർമ്മം ചെയ്താൽ നല്ല കർമ്മത്തിന് നല്ല ഫലം ഉണ്ടാകും. അപ്പൊ ഈ നല്ല ഫലവും ബന്ധനം തന്നെയാണ്. കാരണം നല്ല ഫലത്തിന്റെ സ്വാധീനം കൊണ്ട് വേറെ കർമ്മഫലം ഉണ്ടാകും. അതുകൊണ്ട് ആ വ്യക്തി വീണ്ടും ജനിക്കേണ്ടി വരും, വീണ്ടും മുക്തനാവില്ല, ജനിക്കേണ്ടി വരും. അപ്പോൾ ഈ കർമ്മം നല്ല കർമ്മമായാലും ചീത്ത കർമ്മമായാലും അത് ബന്ധനമാണ്. അപ്പൊ ഇവിടെ കിൽബിഷം എന്ന് പറയുന്നത് തിന്മ എന്നുള്ള അർത്ഥത്തിലാണ്. തിന്മ എന്ന് പറഞ്ഞാൽ ബന്ധനം ആണ്. ശരിക്കും പറഞ്ഞാൽ പാപം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പാപം. ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ്, ഞാൻ ആനന്ദമയ കോശമാണ് എന്നൊക്കെ വിചാരിക്കുന്നത് തന്നെയാണ് പാപം. ഇതിലുപരി വേറെ ഒരു പാവമൊന്നുമില്ല. അത് തന്നെയാണ് അജ്ഞാനം, അത് തന്നെയാണ് പാപം, അത് തന്നെയാണ് എല്ലാം. അങ്ങനെ അജ്ഞാനത്തിലും പാപത്തിലും ആ തലത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ പറ്റാത്തത്, അത് ബോധ്യപ്പെടാത്തത്. അപ്പോൾ നമുക്ക് ഈ നന്മ തിന്മ അല്ലെങ്കിൽ നല്ലത് ചീത്ത എന്നുള്ള ഈ രണ്ട് വിരുദ്ധ ഭാവങ്ങളുള്ള തലത്തിൽ നിന്ന് നമുക്ക് മറികടന്നു പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കിൽബിഷം ന ആപ്നോതി. അങ്ങനത്തെ ഒരു വ്യക്തി, അതായത് ആരുടെ മനസ്സും ശരീരവും നിയന്ത്രണത്തിലാണോ, നിയന്ത്രിക്കപ്പെട്ട മനസ്സും ശരീരവും ഉള്ള ഒരു വ്യക്തി, എല്ലാ സ്വത്തുക്കളിനെയും എല്ലാം ത്യജിച്ച വ്യക്തി. ത്യജിച്ച എന്ന് വെച്ചാൽ ഇവിടെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോഴും ത്യജിച്ച എന്ന് പറയുമ്പോഴും അവിടെ ആസക്തി ഇല്ലാത്ത എന്ന് മനസ്സിലാക്കണം. ആസക്തി ഇല്ലാത്ത. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരുപാട് ധനമില്ല എന്ന് വെക്കാം, ആ വ്യക്തി കുറച്ച് ധനമേ ആ വ്യക്തിക്കുള്ളൂ എന്ന് വെക്കാം, വലിയ ഒന്നും സ്വത്തൊന്നും ആ വ്യക്തിക്ക് ഇല്ല. പക്ഷേ ആ വ്യക്തിയുടെ അടുത്ത് എന്താണോ കുറച്ചുള്ളത് അതിൽ എത്രമാത്രം ആസക്തനായിരിക്കുന്നു എന്നാണ് അവിടെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രാജഋഷിയുടെ ലക്ഷ്യമുണ്ട്.
ഭാരതീയ പാരമ്പര്യത്തിൽ രാജഋഷി ആരാണ്? ജനക മഹാരാജാവ്. ജനക മഹാരാജാവ് രാജഋഷി. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു വ്യക്തി മിനിയാന്ന് ഒരു വ്യക്തി ചോദിച്ചു, ഇന്നലെ ചോദിച്ചു. അതുപോലെ സ്വാമിജി ഇങ്ങനെ ഗൃഹസ്ഥ ധർമ്മത്തിലിരുന്നു കൊണ്ട് ഒരു വ്യക്തിക്ക് ബ്രഹ്മജ്ഞാനം നേടാൻ പറ്റുമല്ലോ, പ്രാപിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നു, ഈ ഗൃഹസ്ഥ ജീവിതത്തിലിരുന്ന് ഒരു വ്യക്തിക്ക് എല്ലാം നേടാൻ പറ്റും ഒന്ന്. അപ്പോ അതുകൊണ്ട് ഗൃഹസ്ഥ ജീവിതത്തിൽ തന്നെ എല്ലാം നേടാൻ പറ്റും. അത് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് നേടാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ജനക മഹാരാജാവിന് രാജാവായിരുന്നു, ഋഷിയുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞു യാജ്ഞവൽക്യ മഹർഷി, അദ്ദേഹത്തിന് 2 ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞുടൻ തന്നെ ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾ ജനക മഹാരാജാവും അല്ല, യാജ്ഞവൽക്യ മഹർഷിയും അല്ല. നമ്മൾ അത് മനസ്സിലാക്കണം. ജനക മഹാരാജാവ് ശരിയാണ്, ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരാശ്രമത്തിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ഭഗവത് ദർശനം അല്ലെങ്കിൽ ഭഗവത് ജ്ഞാനം, ആത്മജ്ഞാനം നേടാൻ കഴിയും. ശരിയാണ്. പക്ഷെ അതിന് നമ്മൾ സാധന ചെയ്യണം. ഒരു വ്യക്തി സന്യാസി ആയതുകൊണ്ട് മാത്രം, ഔപചാരികമായി സന്യാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം ആ വ്യക്തി ഒരിക്കലും ബ്രഹ്മജ്ഞാനി ഒന്നും ആവുന്നില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി ഗൃഹസ്ഥ ജീവിതത്തിൽ വന്നത് കൊണ്ട് മാത്രം ആ വ്യക്തിയും ബ്രഹ്മജ്ഞാനി ആവുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഇത്തരമുള്ള വ്യക്തിക്ക് ലക്ഷണങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറയുന്ന ലക്ഷണം ഇതാണ്, നിരാശീഹി, പ്രതീക്ഷയില്ലാത്ത. ശരിക്കും നമ്മൾ ഒരു വ്യക്തി നല്ലോണം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പറയും, അവനോട് വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. ഇംഗ്ലീഷിൽ അതിൻ്റെ വാക്ക് ഹോപ്പ്ലെസ് എന്നാണ്. ഹോപ്പ്ലെസ്, പ്രതീക്ഷ, ഹോപ്പ് ഉണ്ടാവാതിരിക്കുന്ന ഹോപ്പ്ലെസ്. അപ്പൊ നമ്മൾ പറയാം അതോ ഹോപ്പ്ലെസ്സാ, അവനെ കൊണ്ടൊന്നും പറ്റില്ല, ഹോപ്പ്ലെസ്. പിന്നെ ആരെങ്കിലും ഒരു വ്യക്തി ശരിക്കും ശ്രദ്ധിക്കാതെ പ്രവർത്തിച്ചാൽ നമ്മൾ പറയും ഇയാൾ എന്താ മൈൻഡ്ലെസ് ആണല്ലോ ഈ വ്യക്തിയുടെ പ്രവർത്തനം. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മനസ്സിനെ മറികടക്കണം. അപ്പം നമ്മൾ മൈൻഡ്ലെസ് ആകണം, മൈൻഡ്ലെസ്. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും പറയും, എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്ത് അതിൽ നിന്ന് ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പറയും ഇറ്റ് വാസ് എ ഫ്രൂട്ട്ലെസ് എക്സസൈസ് എന്ന് പറയും. ഫ്രൂട്ട്ലെസ്, അതായത് അതുകൊണ്ടൊന്നും ലാഭമൊന്നുമില്ല. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഫലങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. അപ്പോൾ ഫ്രൂട്ട്ലെസ് ആയിരിക്കണം. അപ്പം നമ്മൾ മൈൻഡ്ലെസ് ആയിരിക്കണം, ഹോപ്പ്ലെസ് ആയിരിക്കണം, ഫ്രൂട്ട്ലെസ് ആയിരിക്കണം. അതാണ് ഇവിടെ ആത്മീയ ജീവിതത്തിൽ പറയുന്നത്. അപ്പം നിരാശീഹി, വലിയ ആശയമാണ്. പ്രതീക്ഷ ഉണ്ടാകാൻ പാടില്ല. ഉപനിഷത്ത് പറയുന്നു, ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം. പ്രതീക്ഷയാണ് ഏറ്റവും വലിയ ദുഃഖം. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ സുഖം. പലപ്പോഴും നമ്മൾ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. കുറേ പ്രാവശ്യം നമ്മൾ ഒരു സ്ഥലത്ത് പോകും എന്തെങ്കിലും, അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. ആരെങ്കിലും കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സദ്യക്കൊക്കെ പോകണമെങ്കിൽ പൊതുവെ നമ്മൾ അവർ ഒരു ടീസ്പൂൺ ആണ് എല്ലാം വിളമ്പുന്നത്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ ഉപ്പേരി. അതിങ്ങനെ കാണാൻ നമുക്ക് തോന്നും, ഉപ്പേരി ഉണ്ടായി, തോരൻ ഉണ്ടായിരുന്നു, അവിയൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ സദ്യകളിലും വിളമ്പുന്നത്. അപ്പം നമ്മളൊരു സദ്യയിൽ പോയാൽ അവിടെ വലിയൊരു കയ്യിൽ വെച്ച് അവർ ഈ ഉപ്പേരിയൊക്കെ തരുമ്പോൾ നമുക്ക് ഒരു അപ്രതീക്ഷിത ആനന്ദം കിട്ടും. അപ്പം അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഇത് കിട്ടും. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഇരുന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നോ അത് തന്നെ നമുക്ക് ഒരുപാട് ആനന്ദം തരും. പ്രതീക്ഷിച്ചാൽ നമ്മൾ എന്ത് നമുക്ക് കിട്ടിയാലോ ഇനിയും കുറച്ച് കിട്ടിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും. ആർക്കും എന്തും പ്രതീക്ഷിക്കാമല്ലോ, അതായത് ആഗ്രഹിക്കാമല്ലോ. അപ്പൊ ആർക്കും
അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? 10,000 കോടി ധനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് കഴിവ്, അതിന് യോഗ്യത ഉണ്ടാവണം എന്നില്ല. അപ്പൊ നിരാശീഹി അതാണ്. പിന്നെ ഈ ആഗ്രഹങ്ങള്, പ്രതീക്ഷ ഒന്നും ഇല്ലാതിരുന്നാൽ തന്നെ നമ്മുടെ മനസ്സും ശരീരവും കുറേയൊക്കെ നിയന്ത്രിതമാകും. പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ് മനസ്സിന് മനസമാധാനം കിട്ടുന്നത്. മനസ്സ് സമാധാനപ്പെടുന്നത് ഉറക്കത്തിലൂടെയാണ്. അപ്പോൾ നമ്മളിത് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും, ഭൂരിപക്ഷം ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട്. എന്താണ്? എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം പിറ്റേ ദിവസം ചെയ്യണം. അപ്പൊ അതിന്റെ തലേ ദിവസം എന്താവും? ഉറക്കം വരില്ല. പലർക്കും അത് അനുഭവമുള്ളതാണ്. കാരണം അത്രയ്ക്ക് വെപ്രാളം. എങ്ങനെ നടക്കും, പ്രതീക്ഷ, ഇതിങ്ങനെ ഉണ്ടാകണം, അങ്ങനെ ഉണ്ടാകണം, ആഗ്രഹം, അത് നന്നാവണം, ഇതാവണം. എന്നിട്ട് ഉറക്കവും പോവും. എന്നിട്ട് ചിലപ്പോൾ അന്നത്തെ ദിവസം ഒന്നും നന്നാവില്ല. അപ്പോൾ ഇവിടെ പിന്നെ യഥചിത്താത്മ എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമല്ല, എന്തെങ്കിലും പ്രവർത്തനമാണെങ്കിൽ ശരീരം, മനസ്സ്, നിയന്ത്രിത ശരീര മനസ്സുകൊണ്ട്, കൺട്രോൾഡ് ബോഡി ആൻഡ് മൈൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് വിജയം പ്രാപിക്കും. അതിന് വിജയമുണ്ടാവും, അത് ജയിക്കും. പിന്നെ ത്യക്ത സർവ പരിഗ്രഹ, ആരാണോ ആ വ്യക്തിയുടെ എല്ലാ സമ്പത്തും എല്ലാ സ്വത്തും ത്യജിച്ചിരിക്കുന്നത്, ത്യജിച്ച് ആ വ്യക്തി എന്ത് ചെയ്തു? കേവലം ശാരീരം കർമ്മ കുറുവൻ. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ശരീരത്തിലൂടെ മാത്രം കർമ്മം, അതായത് ശരീരതലത്തിൽ മാത്രം നിലനിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. അതായത് ആ വ്യക്തി എന്ത് കർമ്മം ചെയ്താലും ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് വെപ്രാളപ്പെടുന്നില്ല. ചിന്തിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ വ്യക്തി ആ കർമ്മത്തിനെ കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. അധികം എന്നല്ല, ചിന്തിക്കുന്നില്ല. എന്തോ വരുന്ന കർമ്മം. ഭഗവത്ഗീത തന്നെ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, യദൃച്ഛാ ലാഭ സന്തുഷ്ട. അപ്പൊ എന്താണോ ആ വ്യക്തിക്ക് കിട്ടുന്നത് അതിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നു. അപ്പൊ എന്ത് കർമ്മം ആ വ്യക്തിക്ക് ചെയ്യേണ്ടി വരോ അത് ചെയ്ത് തന്നെ സന്തുഷ്ടരായിരിക്കുന്നു. അതാണ് ഇവിടെ യഥചിത്താത്മ എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും നിയന്ത്രിതമായിരിക്കുന്നു. അതുപോലെ തന്നെ നിരാശീഹി, പ്രതീക്ഷ ഒന്നും ഇല്ലാതിരിക്കുന്നു, ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. ഇത് വലിയൊരു കാര്യമാണ്. ഈ തൊട്ടടുത്ത് ഉള്ള, ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, യദൃച്ഛാ ലാഭ സന്തുഷ്ട എന്നുള്ള ശ്ലോകം തൊട്ടടുത്ത ശ്ലോകമാണ്, തൊട്ടടുത്ത് വരുന്ന ശ്ലോകമാണിത്. യദൃച്ഛാ ലാഭ സന്തുഷ്ട ദ്വന്ദ്വാതീതോ വിമത്സരഃ സമഃ സിദ്ധൗ അസിദ്ധൗ ച കൃത്വാപി ന നിബധ്യത്തെ. അതാണ് ശ്ലോകം. എന്താണ്? യദൃച്ഛാ ലാഭ സന്തുഷ്ട, ആരാണോ, എന്താണോ ആ വ്യക്തിയുടെ അടുത്ത് നേരെ വരുന്നതെന്ന് വെച്ചാൽ ഒന്നും പ്രവർത്തിക്കാതെ വരുന്നത്, ഒന്നും അധ്വാനിക്കാതെ വരുന്നത്, യദൃച്ഛാ ലാഭ സന്തുഷ്ട. അതില് ഒന്നും പ്രതീക്ഷിക്കാതെ വരുന്ന യദൃച്ഛാ ലാഭ സന്തുഷ്ട, അതിൽ വരുന്നതിനെ, ആ ഫലനെ സ്വീകരിച്ച് സന്തുഷ്ടരായിരിക്കുന്ന വ്യക്തി, യദൃച്ഛാ ലാഭ സന്തുഷ്ട. ദ്വന്ദ്വാതീത എന്ന് വെച്ചാൽ പരസ്പരം വിരുദ്ധ സ്വഭാവമുള്ള, എല്ലാറ്റിൽ നിന്നും മുക്തരായിരിക്കുന്നു. പരസ്പരം വിരുദ്ധ സ്വഭാവം എന്ന് വെച്ചാൽ തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം,
പ്രശംസിക്കുന്നു, വിമർശിക്കുന്നു എന്നങ്ങനെ ഒരുപാട്. അപ്പൊ ഈ പരസ്പരം വിരുദ്ധമായിരിക്കുന്ന ഭാവങ്ങൾ, ആ ഭാവങ്ങൾ ശരിക്കും എല്ലാം ബന്ധനത്തിന്റെ സൂചനയാണ്, ബന്ധനത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാവങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. നമ്മളിത് കുറെ സ്ഥലത്ത് വായിച്ചിരിക്കുന്നു, മതമോഹ മാത്സര്യം എന്നൊക്കെ. അപ്പോൾ ഈ ഭാവങ്ങളൊക്കെ എല്ലാം, അതുപോലെ തന്നെ സ്നേഹം, വെറുപ്പ്. സ്നേഹം നല്ല ഭാവമാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതും അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. അതിൻ്റെ വിപരീത ഭാവം എന്താണ്? വെറുപ്പ്. അതുപോലെ തന്നെ എല്ലാം ദേഷ്യമുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഇത്തരം മനസ്സിന്റെ തലത്തിൽ ഉണ്ടാവുന്ന ഭാവങ്ങൾ, ഇതൊക്കെ എല്ലാം അതീത, അത് ദ്വന്ദ്വ അതീത. ദ്വന്ദ്വ എന്ന് പറഞ്ഞാൽ തന്നെ കുഴപ്പം എന്നുള്ള അർത്ഥത്തിലും അതിന് ഉപയോഗിക്കാറുണ്ട്. ദ്വന്ദ്വ, ഇത് ചെയ്യണോ ഇത് ചെയ്യണ്ടേ. അപ്പൊ ദ്വന്ദ്വാതീത, ഈ വിരുദ്ധ സ്വഭാവങ്ങളുള്ള എല്ലാറ്റിനെയും മറികടന്ന വ്യക്തി. വിമത്സരഃ, മാത്രമല്ല ഈ ദ്വന്ദ്വാതീത, എല്ലാ വിരുദ്ധ സ്വഭാവങ്ങളെയും മറികടന്ന വ്യക്തി, അതേസമയം വിമത്സരഃ, അസൂയയില്ലാത്ത വ്യക്തി. മത്സരഃ എന്ന് പറഞ്ഞാൽ അസൂയ, വിമത്സരഃ എന്ന് വെച്ചാൽ അസൂയയില്ലാത്ത വ്യക്തി. അസൂയയില്ലാത്ത വ്യക്തി എന്തുകൊണ്ട് വേണം? അസൂയ ഇല്ലാത്ത വ്യക്തി എന്തുകൊണ്ട് വേണം? വിമത്സരഃ എന്ന് പറഞ്ഞാൽ അസൂയത്ത് എന്തുകൊണ്ട് വേണം എന്ന് പറഞ്ഞാൽ, അവിടെ ഈ വിരുദ്ധ സ്വഭാവങ്ങളുള്ള ഭാവങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ആ വ്യക്തി യഥാർത്ഥത്തിൽ ഏകതയിനെയാണ് നേടുന്നത്. അസൂയ എപ്പോൾ വരും? ദ്വൈതമുള്ളപ്പോഴാണ് അസൂയ വരുന്നത്. അതായത് അസൂയപ്പെടാൻ ഒരു വ്യക്തിയും ആരിനെ കണ്ടാണ് അസൂയപ്പെടുന്ന ആ വ്യക്തിയും രണ്ടു കാണും. അപ്പോഴേ അസൂയ വരുള്ളൂ, അപ്പോഴേ ക്രോധം, കാമം എല്ലാം തന്നെ അപ്പോഴേ വരുള്ളൂ. ഒരു തത്വം മാത്രം ഉണ്ടായിരുന്നാൽ അങ്ങനെ പ്രശ്നം വരില്ല. അപ്പോ ഇവിടെ ഈ പരസ്പരം വിരുദ്ധമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു സാധകൻ അല്ലെങ്കിൽ പരമതത്വത്തിന് അറിഞ്ഞ വ്യക്തി അതിൽ നിന്ന് ബാധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് ഈ പരസ്പരം വിരുദ്ധ സ്വഭാവമുള്ള ഭാവങ്ങളോ ഗുണങ്ങളോ അവരെ ബാധിക്കുന്നില്ല, സ്വാധീനിക്കുന്നില്ല എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വിമത്സരഃ സിദ്ധൗ, മാത്രല്ല അതെങ്ങനെയാണ് ആ വ്യക്തി ഇങ്ങനെ ഇരിക്കുന്നത്? സിദ്ധൗ അസിദ്ധൗ ച. അപ്പോ ആ വ്യക്തി എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ വിജയം പ്രാപിച്ചാലും, സിദ്ധി എന്ന് വെച്ചാൽ സക്സസ്, വിജയം പ്രാപിച്ചാലും, അസിദ്ധൗച്ച അല്ലെങ്കിൽ പ്രാപിച്ചില്ലെങ്കിലും, വിജയം പ്രാപിച്ചില്ലെങ്കിലും ഈ ആത്മജ്ഞാനം കിട്ടിയ വ്യക്തി, അല്ലെങ്കിൽ എന്താണോ ആ വ്യക്തിക്ക് നേരെവണ്ണം കിട്ടുന്നത് അതിൽ സന്തുഷ്ടനായിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് അസൂയയില്ല. മാത്രമല്ല ആ വ്യക്തി സമഹ സിദ്ധൗ അസിദ്ധൗ, ആ വ്യക്തി ശരിക്കും എന്തെങ്കിലും ചെയ്ത് അത് ജയിച്ചാൽ, അതിൽ സാഫല്യം നേടിയാലും അല്ലെങ്കിലും ഒരേപോലെയാണ് ആ വ്യക്തിയുടെ ഭാവം. സിദ്ധൗ സാഫല്യം നേടുമ്പോഴും, അസിദ്ധൗച്ച അല്ലാത്ത പക്ഷയും ആ വ്യക്തി ഒരേപോലെയാണ്, സമഹ. അങ്ങനെ ഉള്ള വ്യക്തി കൃത്വാപീന നിബദ്ധ്യത്തെ, അങ്ങനെയുള്ള വ്യക്തി
പ്രവർത്തിച്ചാലും ആ വ്യക്തിനെ ബന്ധനം സ്പർശിക്കുന്നില്ല. നിബദ്ധ്യത്തെ ബന്ധനത്തിൽ കുടുങ്ങുന്നില്ല, ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വ്യക്തി എങ്ങനെയായിരിക്കും? എന്താണോ ആ വ്യക്തിക്ക് നേരെ കിട്ടുന്നത്, അതായത് സമയം അനുസരിച്ച് എങ്ങനെയാണോ കിട്ടുന്നത്, എന്താണോ ആ വ്യക്തിക്ക് കിട്ടുന്നത്, അതിൽ തന്നെ സന്തുഷ്ടരായിരിക്കുന്ന വ്യക്തിയാണ്. എതിർച്ഛാ ലാഭസന്തുഷ്ട. അപ്പൊ അങ്ങനെയുള്ള വ്യക്തി എന്താവും? എല്ലാ പരസ്പര വിരുദ്ധ സ്വഭാവങ്ങളിൽ നിന്ന് മുക്തരായി മറികടന്നു പോയിട്ട് അവിടെ മനസ്സിന്റെ വെള്ളത്തിനെ നിയന്ത്രിക്കും. മനസ്സിന്റെ അവിടെ മനസ്സിന്റെ ഇതിനെ നിയന്ത്രിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി ഏത് സമത്വം യോഗ ഉച്ചത്തെ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സമാനമായ അവസ്ഥ, മനസ്സ് ഒരേ അവസ്ഥയിൽ, എന്ത് പുറത്തുള്ള സാഹചര്യങ്ങൾ എന്ത് മാറിയാലും തന്നെ, എത്തരം അനുഭവങ്ങൾ ഉണ്ടായാലും ശരി, ആ പരമതത്വത്തിനെ ആശ്രയിച്ചിട്ടുള്ള, ബ്രഹ്മനെ ആശ്രയിച്ചിട്ടുള്ള അവസ്ഥ, അതും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. വിമത്സരഹ, അസൂയയില്ലാത്ത വ്യക്തി. അപ്പൊ അങ്ങനത്തെ വ്യക്തി എന്താവുന്നു? കൃത്വാ അപ്പി ന നിബദ്ധ്യത്തെ. അപ്പൊ അങ്ങനത്തെ വ്യക്തി ന നിബദ്ധ്യത്തെ, ഒരിക്കലും ബന്ധനത്തിലാകുന്നില്ല, ബന്ധനത്തിൽ കുടുങ്ങുന്നില്ല. കൃത്വാ അപ്പി, അതായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബന്ധനത്തിൽ പെടുന്നില്ല. ഇത് വലിയൊരു പാഠമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നതല്ല. ഇപ്പൊ ഇതിനൊരു ഉദാഹരണം നമുക്ക് പറയാം. ഒരു സ്ത്രീനെ, ആ സ്ത്രീയുടെ കുട്ടി, സ്ത്രീയുടെ മകള്, ആ സ്ത്രീന്റെ മകള് കാണുന്നത് വേറെ രീതിയിലാണ്. കുഞ്ഞുകുട്ടി, മക്കളിൽ 2 മക്കളുണ്ടായിരുന്നാലും കൊച്ചു കുട്ടി കാണുന്നത് വേറെ രീതിയിലും, കുറച്ച് വളരുന്ന കുട്ടി കാണുന്നത് വേറെ രീതിയിലുമാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് ആ സ്ത്രീനെ കാണുന്നത് വേറെ രീതിയിലാണ്. ആ സ്ത്രീയുടെ അച്ഛൻ ആ സ്ത്രീനെ കാണുന്നത് വേറെ രീതിയിലാണ്. ആ സ്ത്രീയുടെ സഹോദര സഹോദരിമാർ ആ സ്ത്രീനെ കാണുന്നത് വേറെ രീതിയിലാണ്. ആ സ്ത്രീയുടെ സഖികൾ, സുഹൃത്തുക്കൾ, അവരൊക്കെ സ്ത്രീനെ കാണുന്നത് വേറെ രീതിയിലാണ്. പക്ഷേ ഒരു സ്ത്രീയേ ഉള്ളൂ. ഇത് ഒരു സ്ത്രീയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീക്ഷണത്തിലാണ് പ്രശ്നം, അല്ലാതെ പ്രവർത്തനത്തിലല്ല പ്രശ്നം. പ്രവർത്തനത്തിലോ അനുഭവത്തിലല്ല പ്രശ്നം, വീക്ഷണത്തിലാണ് പ്രശ്നം. ഒരാളിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതൊക്കെ ചിലപ്പം തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരാളിനെ കാണുന്നു, ആ വ്യക്തി ഒന്നും തന്നെ അത്രയ്ക്ക് പ്രവർത്തിക്കാതിരിക്കുന്നു. എന്തുകൊണ്ട്? ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമില്ല? ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ നമ്മൾ അപൂർവമേ ഒരു ജീവിതത്തിൽ കാണാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ മിക്കവാറും കാണുന്ന ആൾക്കാർ, പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ എന്തുകൊണ്ട്? മടി കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇത് ഓപ്പോസിറ്റ്സ് ലുക്ക് അലൈക്ക് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അപ്പൊ ഇത് മടി കൊണ്ട്, അലസരായതുകൊണ്ട് പ്രവർത്തിക്കാത്ത വ്യക്തികളും, അതുപോലെ ബ്രഹ്മജ്ഞാനി കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ബ്രഹ്മജ്ഞാനി നമ്മൾ ദിവസം കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ആയുസ് കാലത്ത് ചിലപ്പം ഒരു ബ്രഹ്മജ്ഞാനിനെ കണ്ടിരിക്കും, ചിലപ്പം അതും ഒരു ബ്രഹ്മജ്ഞാനിനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കതിൻ്റെ അനുഭവമില്ലാത്തത് കൊണ്ടും നമ്മൾ സാധാരണ വ്യക്തിനെ വിലയിരുത്തുന്ന പോലെ തന്നെ ഒരു ബ്രഹ്മജ്ഞാനിനെ വിലയിരുത്തുള്ളൂ. കാരണം നമ്മൾ കാണുന്നത് എന്താണ്? മടിയന്മാരായി, അലസരായി പ്രവർത്തിക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിനെ കണ്ടാലും നമ്മൾ ആ വ്യക്തിനെയും മടിയനെന്നും
അലസൻ എന്നും മാത്രമേ നമ്മൾ കരുതുള്ളൂ. കാരണം അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ സമത്വം യോഗ ഉച്യത്തെ എന്ന് പറഞ്ഞ ആ ആശയം, ഭഗവത്ഗീതയിൽ തന്നെ വരുന്ന ആശയത്തിന് ഇവിടെ പറയുന്നു കൃത്വാപി ന നിബദ്ധ്യത്തെ. അതായത് എന്തെങ്കിലും ചെയ്താലും ഒരിക്കലും, എന്ത് ചെയ്താലും, ശരിക്കും പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാലും ഇങ്ങനെ പരസ്പരം വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളിനെയൊക്കെ ദ്വന്ദ്വ അതീത, പരസ്പരം വിരുദ്ധ സ്വഭാവമുള്ള കാര്യങ്ങളിനെ ഒരേപോലെ സമീപിക്കുന്ന വ്യക്തി, ആ വ്യക്തി അസൂയയില്ലാതാവും. കാരണം എന്തുകൊണ്ടാണ് അസൂയ? എൻ്റെ അടുത്ത് ഇല്ലാത്തതൊന്നും മറ്റുള്ള അടുത്തുണ്ട്. അതാണ് അസൂയന്റെ കാരണം. ഈ മത്സരഹ എന്ന് പറയുമ്പോൾ അസൂയ, വിമത്സര എന്ന് പറയുമ്പോൾ അസൂയ ഇല്ലാത്ത അവസ്ഥ. അസൂയ എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറെ ആരോ എന്നെക്കാളും നല്ല ഭംഗിയിൽ ചെയ്യുന്നു എന്ന് അറിയുമ്പോഴാണ്. അപ്പൊ ഞാൻ നിത്യതൃപ്ത എന്നുള്ളൊരു ആശയം നമ്മൾ ഇതിനു മുമ്പ് കണ്ടില്ലേ? എപ്പോഴും തൃപ്തനായിരിക്കുന്ന. അപ്പോ ഞാൻ എപ്പോഴും തൃപ്തനായി ആണ് ഇരിക്കുന്നു എന്ന് വെച്ചാൽ, അപ്പൊ എനിക്ക് ഒരിക്കലും മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്നെക്കാളും, അതായത് അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വരില്ല, ആ ഒരു ഭാവം വരില്ല. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതൊക്കെ എന്നെക്കാളും നല്ലതാണ് എന്നുള്ള ഭാവം വരില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഞാൻ തൃപ്തനാണ്. അപ്പൊ ഞാൻ വേറെ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ആരൊക്കെ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കൊന്നും അതിന് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്കൊന്നും പ്രശ്നവും ഇല്ല. അതാണ് ഇവിടെ യദൃച്ഛാ ലാഭ സന്തുഷ്ട. ഈ സമമായിരിക്കുന്ന അവസ്ഥ അതന്നെയാണ് കുറച്ച് ശ്ലോകങ്ങൾ മുമ്പ് കർമ്മത്തിന്റെ അഭാവത്തെയും കർമ്മത്തിന്റെ അഭാവത്തിൽ കർമ്മത്തിനെയും കാണുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്നൊക്കെ നമ്മൾ കണ്ടത്. അതായത് പുറത്ത് നമ്മൾ കാണുന്നതല്ല യഥാർത്ഥം, പുറത്ത് കാണുന്ന പോലെയല്ല നമ്മൾ നമ്മുടെ ജീവിതത്തോട് നമ്മുടെ സമീപനം, വീക്ഷണം എന്തുണ്ടാവണം? പുറത്ത് എന്തായാലും ബാഹ്യ സാഹചര്യം എന്താണെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിൽ പ്രതിഷ്ഠിതരായിരിക്കണം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. ശുഭരാത്രി.